മരുഭൂമിയിൽ മരച്ചിനി നട്ട് നൂറുമേനി വിളവ് കൊയ്യുന്ന ഒരു കർഷകൻ്റെ കഥയാണിനി. പേരാമ്പ്രക്കാരൻ ബഷീറിൻ്റെ കഥ. ഇതാണ് ബഷീറിൻ്റെ മരുഭൂമിയിലെ കപ്പത്തോട്ടം. വർഷം 2 കിൻഡൽ വരെ കൊള്ളിക്കിഴങ്ങ് വിളയുന്ന ഇടം. ദുബൈയിൽ ഒരു അറബ് പൗരൻ്റെ PR ആയി ജോലി ചെയ്യുകയാണ് ബഷീർ. അല്ലിസൈലി മർഭൂമിൽ ഇത്രയും സ്ഥലത്താണ് ബഷീറിൻ്റെ കപ്പ കൃഷി. ഏതാണ്ട് 16 വർഷം മുമ്പ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയുടെ തണ്ട് മരുഭൂമിയിൽ ശരിക്കും പച്ച പിടിച്ചു എന്ന് വേണം പറയാൻ. അതോടെ ആവേശമായി. 26 വർഷമായി ദുബൈയിലുള്ള ബഷീറിന് ഇപ്പോൾ നാട്ടിലേതുപോലെ കപ്പ ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ അത് സ്വന്തം തോട്ടത്തിൽ നിന്ന് വിളവെടുക്കാൻ കഴിയും. എല്ലാ വർഷവും തരക്കേടില്ലാത്ത വിളവ് ലഭിക്കുന്നുണ്ട്. വർഷം 1.5 മുതൽ 2 കിൻഡൽ വരെ വിളവ് ലഭിക്കും. മരുഭൂമിയിൽ വിളയുന്ന കൊള്ളിക്കിഴങ്ങ് സുഹൃത്തുക്കൾക്കും മറ്റും കൈമാറുകയാണ് പതിവ്. ഇത്തവണ വിളവെടുപ്പിൽ 2.8 മീറ്റർ നീളത്തിലുള്ള കപ്പ ലഭിച്ചതാണ് കൂട്ടത്തിലെ റെക്കോർഡ്. ഇത് കിട്ടുന്ന സ്ഥലത്തുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ട് 2 സ്ഥലമുണ്ട്. അവിടെ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകും. അപ്പോൾ ഞാൻ സപ്പോസ് അവിടെ വെച്ച് കൊടുത്താൽ ബാക്കിയെല്ലാം വൈഫ് നനയ്ക്കലും പിടിക്കലൊക്കെ എന്താകുമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് എന്താ പറഞ്ഞാൽ നമുക്ക് അതിൽ ടെൻഷനില്ല. പിന്നെന്താ അവർക്കൊരു ഹോബിയാണ്. കാരണം അതൊന്ന് നനയ്ക്കുക, പിന്നെ അതിൻ്റെ മറ്റൊരു പുല്ലുണ്ടെങ്കിൽ അത് പറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ സംബന്ധിച്ച് നാട്ടിലാകുമ്പോൾ ഒരുപാട് ജോലികൾ ഉണ്ടാകുമല്ലോ. ഇവിടെ ആകുമ്പോൾ പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള ജോലിയും കഴിഞ്ഞ് ബാക്കി ഫ്രീ ടൈം ആണല്ലോ. ഭാര്യ സീനത്ത്, മക്കളായ മുഹമ്മദ് സയ്യിദ്, മുഹമ്മദ് ഷെബിൻ എന്നിവരും കൃഷിക്ക് ഒപ്പമുണ്ട്. നല്ലൊരു പരിപാടിയായത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുറച്ച് പശുവിൻ്റെ ചാണകവും ആടിൻ്റെ കാഷ്ടവും എല്ലാം എടുത്തിട്ട് ഇടേണ്ട പണി മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം ഒന്ന് നനച്ചു കൊടുക്കുക. ഡെയിലി 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ നല്ല വിളവെടുപ്പ് കിട്ടും. സാധിക്കുന്ന പ്രവാസികൾ കപ്പകൃഷിയിലേക്ക് തിരിയണമെന്ന അഭിപ്രായക്കാരനാണ് ബഷീർ. അപ്പം ഞാൻ പറയുന്നത് എന്താണ്, എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. സൗകര്യമുള്ളവരൊക്കെ ചെയ്യണം. അത് നമുക്ക് സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, നമുക്കൊരു ചട്ടിയിൽ വേണമെങ്കിലും ഉണ്ടാക്കരുത്. വലിയൊരു ചട്ടി ഉണ്ടെങ്കിൽ അതിലും നമുക്ക് ഉണ്ടാക്കാം. അതിന് കൂടുതൽ സ്ഥലങ്ങളൊന്നും വേണമെന്നില്ല. ചൂട് സമയത്ത് 2 പ്രാവശ്യം 2 പ്രാവശ്യം നനച്ചു കൊടുത്താൽ രാവിലെ കുറച്ച് നനച്ചു കൊടുക്കുക, വൈകിട്ടും കുറച്ച് നനച്ചു കൊടുക്കുക. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ ഇതുപോലെ തന്നെ അന്നേരവും എന്തുണ്ടാവും, ഇതേ തളുപ്പിൽ ഇങ്ങനെ നിൽക്കും. മനസ്സുവെച്ചാൽ മരുഭൂമിയിൽ സുലഭമായി മേത്തരം കൊള്ളിക്കിഴങ്ങ് വിളവെടുക്കാൻ സാധിക്കുമെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് പേരാമ്പ്രക്കാരൻ ബഷീർ.